ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ഞങ്ങളിന്ന് ബാബ്സ് ഹിന്ദു മന്ദിർ കാണാനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഭയങ്കര സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കഴിഞ്ഞ 14th ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വന്ന് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ഹിന്ദു ബാബ്സ് മന്ദിർ എന്ന് പറയുന്ന വേൾഡിലെ തന്നെ ഏറ്റവും വലിയ അമ്പലങ്ങളിൽ ഇടം നേടുന്ന ഒരു അമ്പലമാണ്. അത് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് വളരെ അടുത്ത് ഒരു 10-15 മിനിറ്റ് ഇല്ല ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് എത്താൻ. അപ്പോൾ ഇന്നപ്പോൾ ഞങ്ങളുടെ അമ്പലമെന്ന് തന്നെ ഞങ്ങൾക്ക് അഹങ്കാരത്തോട് കൂടിയിട്ട് പറയാം. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോണത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഭയങ്കര കണ്ണും മനസ്സും നിറയുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് പറയാതിരിക്കാൻ വയ്യ, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ കാഴ്ചകളും നമുക്ക് ഒന്നും പറയാനില്ല, അത്രയും ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മൾ അതിലോട്ട് എൻട്രി ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മളതിനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളിലോട്ട് കടത്തുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാളിൽ ഫുൾ വീഡിയോ അമ്പലത്തിൻ്റെ കാണുന്നതാണ് കേട്ടോ അമ്പലം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എത്തണം. അതിന് മുന്നേ ഇങ്ങനെ അമ്പലത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു വാളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ആ വാളിൽ നമ്മുടെ UAEയുടെയും ഹിന്ദിയുടെയും മിക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ UAEയുടെ ബുർജ് ഖലീഫ, അതുപോലെ തന്നെ നമ്മുടെ താജ്മഹൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് ആ വാളിൽ തന്നെ അങ്ങനെ ധാരാളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വരുന്നവർക്ക് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതൊക്കെ മക്കൾ നോക്കി നിന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇന്ന സംഭവങ്ങളാണ് എന്നുള്ളത്. അവർക്ക് ആ വാളിൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് അവർക്ക് അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കുമ്പോഴേ ഭയങ്കര ഒരു പ്രൗഡ് ഫീലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പക്ക അറബ് രാജ്യത്ത് നമ്മളെപ്പോലെയുള്ള ഇന്ത്യൻസിന് വേണ്ടി ഇത്രയും വലിയൊരു സൗകര്യം ഒരുക്കി തരിക എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടുത്തെ ഭരണാധികാരികളോട് നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, താങ്ക്ഫുള്ളാണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു വികാരമാണ് അല്ലേ. നമുക്ക് ചില സമയത്ത് നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഇറക്കി വെക്കാവുന്ന ഒരു സ്ഥലം. അതൊരു ഓരോ വ്യക്തികൾക്കും ഓരോ വികാരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി ഇത്രയും വലിയൊരു ഏകദേശം 27 ഏക്കർ സ്ഥലത്താണ് അത്ര കേട്ടോ ഈ ഒരു മന്ദിർ പണിതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു തരിക എന്ന് പറയുമ്പോഴേ അതൊരു വലിയൊരു എന്താ പറയുക, ഈ രാജ്യത്തിനോട് നമുക്ക് ഭയങ്കര ഒരു കടപ്പാട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളതൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അമ്പലത്തിന് പുറത്തുള്ള കാഴ്ചയാണ് കേട്ടോ. കുറേ സ്വാമിജികളിങ്ങനെ നടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഇന്ന് സാറ്റർഡേ കാരണം എല്ലാവർക്കും ലീവ് ആണ്, വീക്കെൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു റഷ് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഇനിയും വീഡിയോസ് എടുക്കാനുണ്ട്. ഇപ്പോൾ കാണുന്നതാണ് കേട്ടോ ചർച്ച്. കാണുന്നതാണ് അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റാണത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർമണിയുടെ ഭാഗം തന്നെയാണ് അല്ലേ. ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നമ്മളിനി അമ്പലത്തിലോട്ട് കയറാൻ പോവുകയാണ്. അമ്പലത്തിന് ഫ്രണ്ട് ഭാഗത്തായിട്ട് വാട്ടർ ഫൗണ്ടൈനും കാര്യങ്ങളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. 2 സൈഡിലും വെള്ളം കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അമ്പലത്തിന് ആ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് കാണുമ്പോഴാണ് അമ്പലത്തിൻ്റെ ഭംഗിയും ശരിക്കും കാണാൻ പറ്റുക. കാരണം ഈ ഒരു ഇരുട്ടത്ത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ ഈ കാണുന്ന ബ്രൗൺ കളറും വൈറ്റ് കളറിലുമാണ് അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ബ്രൗൺ സ്റ്റോണും വൈറ്റ് സ്റ്റോണും ആണ് അത്ര അമ്പല നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് പറയണത്. രാജസ്ഥാനിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള മാർബിൾസും അതുപോലെ ബ്രൗൺ സ്റ്റോണൊക്കെ യൂസ് ചെയ്ത് ശില്പങ്ങൾ കൊത്തിയിരിക്കണത് കേട്ടോ. അപ്പം നമ്മൾ ഇനി അമ്പലത്തിലോട്ട് എൻട്രി ചെയ്യാണ്. ഇനി അമ്പലത്തിൽ ഉൾഭാഗത്തുള്ള വീഡിയോസൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഫോണ് ക്യാമറയൊന്നും അലൗ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് പുറത്തുനിന്ന് ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇനി ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വീഡിയോസ് കാണിക്കാം. അപ്പം നമ്മൾ അമ്പലത്തിന് ഉള്ളിൽ നമ്മൾ ഇറങ്ങാണ്. നന്നായി തൊഴുതു. അമ്പലത്തിനകത്ത് പ്രതിഷ്ഠകളായിട്ട് രാമൻ, സീത, തിരുപ്പതി വെങ്കടാചലം, പിന്നെ അതുപോലെ നാരായണി, ഹനുമാൻജി, പിന്നെ അയ്യപ്പസ്വാമി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ അവിടെ നമ്മുടെ ദീപാരാധന സമയം എന്ന് പറയുന്ന പോലെ ആരതിയുടെ സമയമായിരുന്നു. അപ്പോൾ അതൊക്കെ പങ്കെടുത്തു. കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. പുറത്ത് പ്രദക്ഷിണം വയ്ക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ കംപ്ലീറ്റ് വൈറ്റ് സ്റ്റോണിലാണ് ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. പുറത്ത് കാണുന്നത് കംപ്ലീറ്റ് ബ്രൗൺ സ്റ്റോണിൽ കൊത്തിവെച്ചിട്ടുള്ള ശില്പങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം അവർ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാതിരിക്കാൻ വയ്യാലേ കാണുമ്പോൾ. പിന്നെ എനിക്ക് ഇതിലേ പ്രത്യേകിച്ച് തോന്നിയത്, ഇപ്പം നിങ്ങൾ ഈ ശില്പങ്ങളിലൊക്കെ കുറേ ആനിമൽസിനെ കാണാനുണ്ട്. സിംഹം, കുതിര, അങ്ങനെയൊക്കെ. അത് രാമായണം, മഹാഭാരതമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസാണ് കേട്ടോ ശില്പങ്ങളിൽ നമുക്ക് കാണാൻ പറ്റിയത്. അതിനോടൊപ്പം തന്നെ ശില്പത്തിൽ ഒട്ടകങ്ങളേനെ ശില്പങ്ങളിൽ അമ്പലങ്ങളിലെ വാളുകളിൽ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും എല്ലാവരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒട്ടകത്തെ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊന്നും കാണില്ല. കുതിര, സിംഹം അങ്ങനെയൊക്കെയല്ലേ കാണുക, ആന. പക്ഷേ ഇതൊരു ഹാർമണിയുടെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ നമ്മുടെ UAE ആനിമലാണല്ലോ ക്യാമൽ. അപ്പോൾ അവർക്കും കൂടി റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവരുടെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ശില്പങ്ങളും കൂടി നമുക്കിതിൽ കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഓരോന്നും നമ്മൾ കണ്ട് അതൊക്കെ മനസ്സിലാക്കി കുട്ടികളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളത് എങ്ങനെയാണ്, നമ്മൾ ചെരുപ്പ് വെച്ചിട്ടുള്ളത് ഈ സ്ഥലത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഉണ്ണി അവിടെ വെയിറ്റ് ചെയ്യണു. ചെരുപ്പ് കിട്ടി. അപ്പോൾ എല്ലാവരും വന്ന് നമ്മളിനി പുറത്ത് കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മളവിടെ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ മണിയടിക്കാനുള്ള ഒരു സൗകര്യം. അപ്പോൾ അപ്പനത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനത് മണിയടിച്ച് നമ്മളത് പുറത്ത് പോകണം. ഇവിടെ ഭക്ഷണശാല ഇവിടെയാണ്, ഇതാണ് കേട്ടോ. ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്ത് കിടക്കണം. അപ്പോൾ എന്തായാലും കണ്ണും മനസ്സും നിറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ഒരു നല്ലൊരു ദിവസമാവട്ടെ. ഈ UAE എല്ലാവരും വന്ന് ഒരിക്കലെങ്കിലും നമ്മുടെ അമ്പലത്തിൽ വന്ന് തൊഴണം. അപ്പോൾ എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ബൈ.